ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ STD ചാർജ് FNOയിൽ ഉയർത്തി 150% ഉയർത്തിയതിൻ്റെ റിയാക്ഷൻ നമ്മൾ കണ്ടു. ബഡ്ജറ്റ് അടിമുടി ഒരു മോശം ബഡ്ജറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം വളരെ മാസങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ബഡ്ജറ്റ് ഗവൺമെൻറ് പുറത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് എലമെൻറ്റുകൾ, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എലമെൻറ്റുകൾ ഉണ്ടാവാം. എസ്പെഷ്യലി നമ്മുടെ ഒരു ഫാർമ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ബയോ ഫാർമ സെക്ടേഴ്സ് ഫിനാൻസ് മിനിസ്റ്റർ ഇന്നലെ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യനെ ഒരു വലിയ ഒരു ബയോ ഫാർമ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുപോലെ സമാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ FNO STD ചാർജുകളുടെ വർധനവ് അത് പതിയെ അത് നോർമലൈസായി നോർമൽ ആയൊരവസ്ഥയിലേക്ക് മാറിയേക്കാം. കാരണം പുതിയ ഈവൻറ്റുകൾ വരുമ്പോൾ ഞാനൊരു ന്യായീകരണമായിട്ട് വരുന്നതല്ല, പക്ഷേ എന്ത് കാര്യം അങ്ങനെയാണ്. ആദ്യ സമയം നമ്മൾ കേൾക്കുമ്പോൾ വലിയ തോതിൽ നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാവും. പിന്നീട് അത് ഡൈജസ്റ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇന്നിപ്പോൾ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഹീറോ മോട്ടോ കോർപ്പ് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട്. അപ്പോൾ അതിനെ മാർക്കറ്റ് ഫോക്കസ് ചെയ്യും. കൂടാതെ GDP ഡേറ്റ 7% നിലനിർത്തി ലോകത്തിലെ ഏറ്റവും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിലെ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം. കൂടാതെ താരിഫിൻ്റെ ഒരു പോസിറ്റീവായോ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഈ പറയുന്ന ബഡ്ജറ്റ് ന്യൂസുകളെ അത് ഇല്ലായ്മ ചെയ്തേക്കാം. അതായത് അതിൻ്റെ ഒരു പ്രസക്തി, ബഡ്ജറ്റിൻ്റെ SCTൻ്റെ പ്രസക്തി ഇതിലും വലിയ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ള വേറെ താരിഫ് ഇഷ്യൂസ് എല്ലാം തന്നെ ഇത് എലിമിനേറ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള കാരണം കൊണ്ട് ഇതൊരു ലോങ് ടൈം പ്രശ്നമായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ BSE ഉൾപ്പെടെയുള്ള ഗ്രോ ഉൾപ്പെടെയുള്ള NSTL CDCL ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇന്നലെ സീവിയർ സെല്ലിംഗ് പ്രഷർ കണ്ടു. അപ്പോൾ അത്തരം കമ്പനീസ് ആണ് ഇന്നും ഫോക്കസിൽ വരുന്നത്. കൂടാതെ FISൻ്റെ ഭാഗത്തുനിന്നുള്ള പുതിയ റിയാക്ഷൻ, പിന്നെ ബജാജ് ഓട്ടോയിൽ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2108 കോടി രൂപയിൽ നിന്ന് 2502 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബാങ്ക് ഓഫ് ബറോഡയുടെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇൻഡെപ്തായിട്ടുള്ള ന്യൂസിലേക്ക് പോകുന്നില്ല. ഇന്ന് മാർക്കറ്റ് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് ഇന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തതിന് ശേഷം സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്കൊക്കെ പോകാം. ഗ്ലോബലി ഒന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ശക്തമായ ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിനാൽ ടോപ്പിൽ കാണാം $200 ഇടിഞ്ഞു 4660 സിൽവർ 80 ബിറ്റ്കോയിൻ 77 ബ്രന്റ് ഓയിലും ഇടിഞ്ഞ് 67 നാച്ചുറൽ ഗ്യാസ് 3.7 ഡോ ഫ്യൂച്ചർ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റ് ക്ലോസിങ് ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഗോൾഡിൽ വലിയൊരു കറക്ഷൻ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സമയം. അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഗോൾഡ് ചർച്ചാ വിഷയമായിട്ടൊക്കെ വന്നേക്കാം. അപ്പോൾ എനിവേ ഇന്ന് കളിങ്ങി തെളിയുമെന്ന് വിശ്വസിക്കാം. ഇന്നത്തെ മാർക്കറ്റ് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യാം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റിൽ വിശദമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.